പ്രിയപ്പെട്ടവരെ, നമ്മൾ പഴയ നിയമത്തിലെ ബെഞ്ചമിനെ ഓർക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? യാക്കോബിൻ്റെ ഏറ്റവും ഇളയ മകൻ, 12ാമത്തെ മകനായിട്ട് ജനിച്ച ബെഞ്ചമിൻ. ഈ ബെഞ്ചമിൻ പക്ഷേ ജനിച്ച സമയത്ത് തന്നെ അവൻ്റെ അമ്മ റാഖേൽ ഇഹലോകവാസം വെടിഞ്ഞു എന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. ആ അമ്മയുടെ ആരോഗ്യം വളരെ മോശമായിരുന്നു. ഈ കുട്ടി ജനിച്ച ആ നിമിഷം തൻ്റെ സർവ്വ ആരോഗ്യവും എടുത്ത് റാഖേൽ കുഞ്ഞിനെ ഒന്ന് നോക്കി, എന്നിട്ട് ഇങ്ങനെ പ്രവർത്തു: എൻ്റെ ദുഃഖത്തിൻ്റെ പുത്രൻ, ദ സൺ ഓഫ് മൈ സോറോ, എൻ്റെ ദുഃഖപുത്രൻ എന്ന അർത്ഥത്തിൽ അവൾ ആ കുഞ്ഞിനെ വിളിച്ചു ബെനോനി. അങ്ങനെ അവൾ അന്ത്യശ്വാസം വലിച്ചു. യാക്കോബ് തൻ്റെ കുഞ്ഞിനെ കയ്യിലെടുത്തു. അവന് ദുഃഖം സഹിക്കാനായില്ല, കാരണം തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നിയാണ് റാഖേൽ. നമുക്കറിയാം, ഈ റാഖേലിന് വേണ്ടിയാണ് യാക്കോബ് പിന്നെ 7 വർഷം കൂടി ജോലി ചെയ്താണ് ഈ റാഖേലിനെ സ്വന്തമാക്കിയത്. നമുക്ക് ആ കഥകൾ അറിയാവുന്നതാണ്. അപ്പോൾ തൻ്റെ ഭാര്യ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ യാക്കോബ് നിരാശനായില്ല. അവൻ ഒരു കാര്യം തീരുമാനിച്ചു: ഇല്ല, ഞാൻ സമ്മതിക്കുകയില്ല. ഇവൻ ഒരിക്കലും മൈ സൺ ഓഫ് സോറോ ആയിരിക്കുകയില്ല, എൻ്റെ ദുഃഖത്തിൻ്റെ പുത്രനായിരിക്കുകയില്ല. ബിനോനി എന്നല്ല അവൻ്റെ പേര്. ഞാൻ അവൻ്റെ പേര് മാറ്റാൻ പോവുകയാണ് ഈ നിമിഷം. അങ്ങനെ അദ്ദേഹം അവനൊരു പുതിയ പേര് കൊടുത്തു, ബെഞ്ചമിൻ. അതേ പ്രിയപ്പെട്ടവരെ, ദ സൺ ഓഫ് മൈ റൈറ്റ് ഹാൻഡ്, എൻ്റെ വലത് കൈയുടെ അല്ലെങ്കിൽ എൻ്റെ കരുത്തിൻ്റെ പ്രതീകമായ എൻ്റെ വലത് കൈയായ ബെഞ്ചമിൻ എന്ന്. അങ്ങനെ ബെഞ്ചമിൻ പതിയെ വളർന്നു. പിന്നെ കഥ നമുക്കറിയാവുന്നതാണ്. ബെഞ്ചമിനൊരു സഹോദരനുണ്ട്, ജോസഫ്. ജോസഫിനെ യാക്കോബിനുള്ളൊരു ഇഷ്ടമാണ്. കാരണം റാഖേൽ മരിച്ചപ്പോൾ അമ്മയില്ലാത്ത 2 കുഞ്ഞുങ്ങളാണ് അവർ. പക്ഷെ നമുക്കത് അറിയാം, ജോസഫിൻ്റെ സഹോദരങ്ങളെ ഈജിപ്തിലേക്ക് വിറ്റു. എന്നിട്ട് പിതാവിനോട് പറഞ്ഞു അവൻ മരിച്ചുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം, ഈ യാക്കോബിൻ്റെ ദുഃഖം ഇരട്ടിക്കുകയാണ്. തൻ്റെ ഭാര്യയുടെ ദുഃഖം, അതുപോലെ തന്നെ തൻ്റെ പ്രിയ മകൻ ജോസഫിൻ്റെ മരണം. 2 പേരും മരണപ്പെട്ടെന്നാണ് അദ്ദേഹം കരുതിയിരിക്കുന്നത്. തൻ്റെ ഭാര്യ റാഖേലിൻ്റെ മരണം, ജോസഫിൻ്റെ മരണം. പിന്നെ തനിക്കുള്ള ആകെ പ്രത്യാശ എന്ന് പറയുന്നത് ബെഞ്ചമിനാണ്. അങ്ങനെ തൻ്റെ സർവ്വശ്രദ്ധയും ബെഞ്ചമിനിൽ കൊടുത്തുകൊണ്ട് ബെഞ്ചമിനെ അദ്ദേഹം വളർത്തുകയാണ്. കാലം കഴിഞ്ഞു പോയി, നമുക്കത് അറിയാവുന്നതാണ്. ജോസഫ് ഈജിപ്തിലെ ഗവർണറായി. കനാൻ ദേശത്ത് പഞ്ഞം വന്നു. ഇവരെല്ലാം അവസാന ഭക്ഷണം തേടി ഈജിപ്തിലെത്തുന്നു. ബെഞ്ചമിനെ ജോസഫ് അവിടെ നിർത്തുന്നു. ആ കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ഈ ബെഞ്ചമിനാണ് ഏറ്റവും വീക്കായിരുന്ന, ദുഃഖത്തിൻ്റെ കാരണമായിരുന്ന, പിന്നീട് തൻ്റെ പിതാവ് തൻ്റെ വലത് കൈയാക്കി ഉയർത്തിയ ബെഞ്ചമിൻ, ബെനോനി എന്ന പേരിൽ നിന്ന് ബെഞ്ചമിനായി മാറിയ ആ വ്യക്തിയാണ് പിന്നീട് വലിയൊരു തലമുറയുടെ പിതാവായി മാറുന്നു. നമുക്കറിയാം, പിന്നീട് ഒരു കണക്കിൽ പറഞ്ഞാൽ കനാൻ ദേശത്തു നിന്ന് ഈജിപ്തിലേക്കുള്ള ആ മൈഗ്രേഷൻ, അതിന് കാരണക്കാരനായത് ബെഞ്ചമിനാണ്. അതുപോലെ തന്നെ പിന്നീട് ഈ ബെഞ്ചമിൻ തലമുറയിലാണ് വലിയ യോദ്ധാക്കളൊക്കെ വന്നത്. നമുക്കറിയാവുന്നതാണ്. ഈ യോദ്ധാക്കളാണ് പിന്നീട് പലപ്പോഴും ഇസ്രായേൽ ജനത്തെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചത്. നമുക്കറിയാം, ഈ ബെഞ്ചമിൻ്റെ ഗോത്രത്തിൽ നിന്നാണ് എസ്തർ പിറന്നത്. അതുപോലെ തന്നെ ഈ ബെഞ്ചമിൻ്റെ ഗോത്രത്തിൽ പിറന്ന ആളാണ് നമുക്കറിയാം, പുതിയ നിയമത്തിലെ വിജാതിയുടെ അപ്പോസ്തലനായ പൗലോസ്ലീഹ ഈ ബെഞ്ചമിൻ്റെ ഗോത്രത്തിൽ പിറന്ന ആളാണ്. പ്രിയപ്പെട്ടവരെ, ഈ നോയമ്പ് കാലത്ത് നമുക്ക് ചിന്തിക്കാം, നമ്മളെ ഒരുപക്ഷേ ദുഃഖം മാത്രം കൊടുക്കുന്ന കണ്ണുനീരിൻ്റെ ഒരു മകനായിരിക്കാം. പക്ഷേ കർത്താവിന് അവനെ ഐശ്വര്യത്തിൻ്റെ രക്ഷയുടെ പ്രതീകമാക്കി ഉയർത്താൻ പറ്റും. ഒരുപക്ഷെ അവന് മക്കളിലൂടെ ആയിരിക്കാം കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക. അപ്പോൾ നമുക്ക് ഈ നോമ്പ് കാലത്ത് പ്രത്യേകം നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കാം, നമ്മുടെ മക്കളെ സമർപ്പിക്കാം. നമ്മൾ ഏറ്റവും വീക്ക് എന്ന് കരുതുന്ന ആ വ്യക്തിയാവും ദൈവത്തിന് മുമ്പിൽ ഏറ്റവും കരുത്തനായി തീരുക. നമുക്കറിയാം,
എൻ്റെ ബലഹീനതയാണ് കർത്താവിൻ്റെ മഹത്വം ദർശിക്കുക എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ബലഹീനതകൾ നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. നമ്മുടെ കുറവുകൾ നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. നമ്മുടെ ദൈവത്തെക്കാളും ഒന്നാം സ്ഥാനം എന്തിനാണോ ആർക്കാണോ കൊടുക്കുന്നത് അവരെല്ലാം ദൈവത്തിന് സമർപ്പിക്കാം. അതുതന്നെയാണല്ലോ നോമ്പിൻ്റെ ചൈതന്യം എന്ന് പറയുന്നത്. കർത്താവായ ദൈവം നമ്മളേവരെയും രക്ഷിക്കുമാറാകട്ടെ. ആമേൻ.